അപ്പോൾ ജൂണൊക്കെ കഴിഞ്ഞ് ജൂലൈ ആയി, നമുക്കൊരു ക്രാഫ്റ്റൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ ഈ മാസത്തെ ക്രാഫ്റ്റ് കുറച്ച് അടിപൊളിയാക്കി എടുക്കാം. നമുക്കെന്നാൽ ഐശ്വര്യമായിട്ട് ഗിഫ്റ്റ് ഐഡിയയിൽ തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ എടുക്കുന്ന ഈ ഒരു പേപ്പേഴ്സ് ഞങ്ങളുടെ പള്ളിയിലത്തെ പെരുന്നാളിന് കഴിഞ്ഞ വർഷം എടുത്ത കൂപ്പൺസ് ആയിരുന്നു. എടുത്തതല്ല, നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. 50ഓളം പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ആ ഒരു മൂലക്ക് ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ക്രാഫ്റ്റിന് നമ്മുടെ ചാനലുമായിട്ട് മുൻ പേജ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പണ്ടെടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ്. പണ്ടെന്ന് വെച്ചാൽ പണ്ട് തമ്മിലിടാൻ അറിയാത്ത കാലം, വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പം പഠിച്ച കാലം, ആൻഡ് 3 മിനിറ്റാണ് ഷോർട്സിൻ്റെ ടൈമെന്ന് അറിയാത്ത കാലം. ഈ ലാസ്റ്റ് പറഞ്ഞത് കുറച്ച് കോമഡി ആട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇട്ടത് ലോങ് വീഡിയോ ആയിരുന്നു. അതും വെറും 3.7 സെക്കൻഡിൽ. എന്താല്ലേ, അയ്യേ അത് തന്നെയാണോ ഇത് എന്ന് ആലോചിച്ചു പോവും. കാരണം അത്രയ്ക്കും മോശമായിരുന്നു. അന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒറ്റക്കൈയിൽ മലർന്നും കിടന്നും ഇരുന്നിട്ടായിരുന്നു ആ ഒരു വീഡിയോ എടുത്തത്. അതിൻ്റേതായിട്ടുള്ള വശപ്പിശകളൊക്കെ ആ വീഡിയോയിനും ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒന്നും കൂടെ റീടേക്ക് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതുവരെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് ക്രാഫ്റ്റാണ് ഉദ്ദേശിച്ചത്. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു വലിയ A4 ഷീറ്റ് സൈസ് എടുക്കണം. എന്നിട്ട് അതാത്തൊരു 6 സെൻറ്റിമീറ്റർ നീളത്തിൽ, നീളമല്ല വലുപ്പമാണ്, നീളം നോക്കി എടുക്കല്ലേ, ആ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതായത് 1 സെൻറ്റിമീറ്റർ വലുപ്പത്തിൽ കുറച്ച് ലൈൻസ് അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 7 എണ്ണയെ വരച്ചിട്ടുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് ഒരു ആരോ മാർക്കും വെട്ടിയൊട്ടിക്കാം. ഇനി ഒരു നീളത്തിലുള്ളൊരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മളതിനെ കട്ട് ചെയ്ത് അതിലൂടെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചതെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് ഹേർട്സ് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വലിയൊരു ട്രാൻസാക്ഷൻ കണ്ടിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി എല്ലാം കൂടി നമ്മൾ തൊട്ട് തലോടി കളർ അടിച്ചാൽ സമയം സെറ്റാവില്ല. സോ നമുക്ക് വേഗം അങ്ങോട്ട് ഒറ്റ എണ്ണത്തിൽ ടച്ച് ചെയ്താൽ പോരെ. ഒരു ഹേർട്സ് എല്ലാം വേറെ വേറെ ഷേപ്പ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുമിച്ച് കട്ട് ചെയ്തത്. 4 പേപ്പറാണ് ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്തത്. അതൊന്നും കൂടെ മടക്കിയപ്പോഴത്തേക്കും അത് 16 ആയിപ്പോയി. അതായത് ഞാൻ അതിന് 3 പ്രാവശ്യം മടക്കി. ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചേക്കാട്ടും വളരെ മോശമായിട്ടാണ് ഒക്കെ വന്നത്. ഇനി നമുക്ക് ഈ ഹേർട്സിൽ എല്ലാത്തിലും കൂടെ ഒരു മനുഷ്യനെ പൊക്കിയടിക്കാൻ പറ്റുന്ന വേർഡ്സ് ഒക്കെ എഴുതി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.